ചേട്ടാ, കാമുകിക്കൊപ്പം ജീവിക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിലായി. ജയിൽ മോചിതനെ തിരിച്ചെത്തി അയാൾ പിന്നീട് ഒരു വിവാഹം കഴിച്ചു. എന്നാൽ സംശയരോഗം കൊണ്ട് സ്വന്തം ഭാര്യയെയും അമ്മായിയമ്മയും അയാൾ കൊലപ്പെടുത്തി. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇതൊരു നടന്ന സംഭവമാണ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? 2025 കേരളം കണ്ട ഏറ്റവും ഭീകരമായ കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇയാൾ വളരെ മാന്യനാണ്, കണ്ടാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇയാളൊരു സൈക്കോ കില്ലറാണ്. ഇയാളുടെ ഉള്ളിൽ വല്ലാത്ത ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. പ്രണയിക്കുക, വിവാഹം കഴിക്കുക, അതിനെയൊക്കെ ഇയാൾ തൻ്റെ വേട്ടക്കാരൻ ഇരയാക്കുക. വേട്ടക്കാരനാണല്ലോ ഇരയാക്കുന്നത്. ആ രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഈ പടിയൂർ, തൃശ്ശൂർ ജില്ലയിലെ പടിയൂർ, ഇരിങ്ങാലക്കുട, അവിടെ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലാണ് ഇയാൾ, അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യ രേഖയോടൊപ്പം രേഖയുടെ അമ്മ മണി, ഇവർ മൂന്നുമാണ് താമസിക്കുന്നത്. 2025 ജൂൺ 4 രാവിലെ നാട്ടുകാർ ഉറക്കമാണെന്നൊക്കെ നോക്കുന്ന സമയത്ത് വല്ലാത്ത ദുർഗന്ധം, അസഹനീയമായ ദുർഗന്ധമാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് ആ ദുർഗന്ധം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നാട്ടുകാർ മണിയുടെ മൂത്ത മകൾ സിന്ധുവിനെ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിലെന്താണ് എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സിന്ധുവിനൊപ്പം കുറച്ച് പേരും കൂടെ ആ വീട്ടിലേക്ക് ചെന്ന് കയറി നോക്കുമ്പോൾ അവർ കാണുന്നത് പിൻവാതിൽ തുറന്നാണ് ഇവർ വീട്ടിനകത്തേക്ക് കയറുന്നത്. ചെന്ന് നോക്കുമ്പോൾ അഴുകി തുടങ്ങിയ മണിയുടെയും രേഖയുടെയും മൃതദേഹമാണ് ഇവർ കാണുന്നത്. അതുമാത്രമല്ല, അവിടെ ഈ രേഖ മരിച്ചു കിടക്കുന്ന ഇടത്ത് മൃതദേഹത്തിന് ചുറ്റും പുരുഷ സുഹൃത്തുക്കളുടെ ഫോട്ടോകൾ, അതുപോലെ തന്നെ അധിക്ഷേപകരമായ തരത്തിലുള്ള കത്തുകൾ, ഇതെല്ലാം ഇങ്ങനെ വാരി വിതറിയിരിക്കുന്നു. അപ്പോൾ ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം കൊലപാതകത്തിന് ശേഷവും അവരെ അപമാനിക്കുക, അങ്ങനെ ആരാണെന്നുള്ളത് വ്യക്തമാകുന്നില്ല. അപ്പോൾ അവിടെ പ്രേംകുമാർ ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അപ്പോൾ പ്രേംകുമാർ, അതുവരെ ഉണ്ടായിരുന്ന പ്രേംകുമാർ അവിടെ ഇല്ലെങ്കിൽ ആ കൊലപാതകം നടത്തിയിരിക്കുന്നത് പ്രേംകുമാറാണ് എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചു. കാരണം ഇയാൾ സംശയരോഗിയാണ്. നിരന്തരം രേഖയെ കല്യാണം കഴിച്ചതിന് ശേഷം നിരന്തരം ആ വീട്ടിൽ വഴക്കാണ്. അപ്പോൾ അങ്ങനെ വഴക്കായപ്പോൾ രേഖ പോലീസിൽ പരാതി കൊടുത്തു. സംശയരോഗത്തിൻ്റെ പേരിൽ വീട്ടിൽ ഒരു സ്വസ്ഥതയും ഇയാൾ തരുന്നില്ല, ഇയാളിൽ നിന്ന് രക്ഷ നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സാധാരണഗതിയിൽ സ്ത്രീകൾ ഒന്നുകിൽ വീട്ടുകാരോട് അല്ലെങ്കിൽ ബന്ധുക്കളോടൊക്കെ പരാതി പറയും. അവിടെയും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്ത് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷമാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത്. ശ്വാസം മുട്ടിച്ച് രണ്ടുപേരെയും കൊന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 3 മണിക്കൂർ ഇടവേളയിലാണ് ഈ 2 കൊലപാതകവും നടന്നത്. ഭാര്യയെ കൊന്നതിന് ശേഷം ഈ ഭാര്യയുടെ അമ്മയെ കൊന്നിരിക്കുന്നത് 3 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമാണ്. പ്രേംകുമാർ എവിടെയാണെന്ന് അറിയാൻ പോയി. പോലീസ് പ്രേംകുമാറിനെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഇയാളൊരു നിസ്സാരക്കാരനല്ല, ഇയാളുടെ ആദ്യത്തെ കൊലപാതകമല്ല ഇത്, ഇയാൾ കൊടും കുറ്റവാളിയാണ്. ഇയാൾ പടിയൂരിൽ ഈ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കൊലപാതകമല്ല എന്ന് പോലീസിന് മനസ്സിലായി. 2019 ഇയാളുടെ ആദ്യ ഭാര്യ വിദ്യ, അവർ ഉദയംപേരൂർ സ്വദേശിയാണ്. ഈ വിദ്യയെ തൻ്റെ പഴയൊരു കാമുകയുണ്ട്, സുനിത ബേബിയെ സ്വന്തമാക്കണം. സുനിത ബേബിയെ സ്വന്തമാക്കാൻ വേണ്ടി ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഈ വിദ്യയെ തിരുവനന്തപുരത്തെ ഒരു വില്ലയിൽ മദ്യം നൽകി ബോധം കെടുത്തിയതിന് ശേഷം കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചതിൽ ഇവർ മരണപ്പെട്ടില്ല. അപ്പോൾ കയർ മുറുക്കിയാണ് വിദ്യയെ കൊലപ്പെടുത്തിയത്. വിദ്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ മൃതദേഹം കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് സർജിക്കൽ ബ്ലേഡുകൾ കരുതിയിരുന്നു. പക്ഷേ സർജിക്കൽ ബ്ലേഡ് വെച്ച് ശരീരം കട്ട് ചെയ്യുന്നതിനിടയിൽ ചോര വന്നു. കൊല്ലാനറിയാം, പക്ഷെ ചോര വന്നപ്പോൾ ഭയന്നു പോയി. കൊല്ലുന്നതിന് മടിയില്ല, പക്ഷെ ചോര കണ്ടപ്പോൾ പേടിച്ചു. അങ്ങനെ ഭയന്ന് ഈ മൃതദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ വിദ്യയുടെ ഫോൺ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിദ്യയുടെ ഫോൺ ട്രെയിനിൽ ഉപേക്ഷിച്ചു. കുറേ കാലമൊക്കെ കബളിപ്പിച്ചു.
ഈ ആരാണ് കൊലപാതകി എന്നൊന്നും കണ്ടെത്താനും വിദ്യ എവിടാണെന്നും എന്നൊക്കെ മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോലീസ് പ്രേംകുമാറിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് കൃത്യസമയത്ത്, അതായത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം ജയിലിലായി കഴിഞ്ഞാൽ. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇയാൾക്ക് ജാമ്യം കിട്ടി. അങ്ങനെ ജാമ്യം കിട്ടി പുറത്ത് വരുന്ന സമയത്താണ് ഇയാൾ രേഖയെ ഈ പടിയൂരിലെത്തി. ഇയാൾ കോട്ടയം കുറിച്ചി സ്വദേശിയാണ്. പടിയൂരിലെത്തി രേഖയെ വിവാഹം കഴിക്കുക. രേഖയോട് പറഞ്ഞത് ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചുപോയി. അപകടത്തിൽ മരിച്ചു പോയതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്, ബന്ധുക്കളുമായി മറ്റ് അടുപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനുശേഷമാണ് നിരന്തരം 5 മാസം ആയതേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ഈ മരണം നടക്കും, കൊലപാതകം നടക്കുമ്പോൾ. അതിനുശേഷം നിരന്തരം സംശയരോഗത്തിൻ്റെ പുറത്ത് ഇയാളവിടെ പ്രശ്നമാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, വളരെ മാന്യമായി വസ്ത്രമൊക്കെ ധരിച്ച്. അയാളുടെ ഫോട്ടോ കാണുമ്പോഴും നമുക്കറിയാം ഒരു ജെൻറ്റിൽമാൻ ലുക്കുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെ ഒരാളാണോ ഇങ്ങനെ 3 കൊലപാതകം നടത്തിയത് എന്നുള്ളത് നമ്മൾ സംശയിക്കും. അപ്പോൾ എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ രാജ്യം വിട്ടു, സംസ്ഥാനം വിട്ടു, കേരളം വിട്ടു. പോലീസ് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയിലാണ് ലുക്കൗട്ട് നോട്ടീസൊക്കെ പോലീസ് പുറപ്പെടുവിച്ചു. വളരെ പ്രമാദമായൊരു കേസായിരുന്നു. ഇയാൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസിന് ഒരു വിവരം കിട്ടി, ഇയാൾ ഡൽഹിയിൽ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ട്, സുഹൃത്തുക്കളുടെ സഹായമുണ്ട്. അപ്പോൾ ഡൽഹിയിലുണ്ട്. തൃശ്ശൂർ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലെത്തി അവിടെ ക്യാമ്പ് ചെയ്യുന്ന സമയത്താണ് 2025 ജൂൺ 12 ഒരു വിവരം ലഭിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെയുള്ള ഒരാൾ ഈ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ചു കിടക്കുന്നു. അത് പ്രേംകുമാറാണോ എന്നുള്ളൊരു സംശയം. അങ്ങനെ പോലീസ് അവിടെ എത്തി. പോലീസ് അത് പ്രേംകുമാറാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ പ്രേംകുമാർ നിയമത്തിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ മരണപ്പെട്ടു. അതൊരു ആത്മഹത്യയാണ്. അയാൾ സ്വയം ജീവനൊടുക്കി. കാരണം ഒരുപക്ഷെ കുറ്റബോധം തോന്നിയിട്ടുണ്ടാകാം. എന്തായാലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിപ്പം ഒരു കൊലപാതകം ചെയ്ത ആൾ അവിടെ നിന്ന് ജയിലിൽ നിന്ന് സുഖമായിട്ട് ശിക്ഷിക്കപ്പെടാതെ കറങ്ങിയാണെന്ന് കല്യാണം കഴിച്ചു. അടുത്ത 2 കൊലപാതകം ചെയ്താലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഈ ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് അയാൾ ജയിലിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ വലിയ കില്ലാടികൾ കിടപ്പുണ്ട്. അവർക്ക് ഈ നിയമപരിജ്ഞാനമൊക്കെ നന്നായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. ഈ പോയി കിടക്കുന്നതിൽ ഒരു കുറച്ച് ആളുകൾ പെട്ടുപോകുന്ന ആളുകളാണ്. അപ്പം കുറ്റം ചെയ്യാത്ത ആളുകളും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടപ്പുണ്ട്. അതേസമയം കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകളും ജയിലിലുണ്ട്. പക്ഷെ അവർക്ക് ജയിലെന്ന് പറയുന്ന ഒരു തറവാടാണ്. അവിടെ കിടന്നുകൊണ്ടാണ് അടുത്ത പ്ലാനിങ്, അടുത്ത എന്ത് ചെയ്യണം. അപ്പോൾ പുതിയ ഒരുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാന മനസ്കരാണ്, ഇവൻ കൊള്ളാം എന്ന് തോന്നിയാൽ അവനെ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇയാൾക്ക് എന്തുകൊണ്ടോ ജയിലിൽ താൻ കിടക്കേണ്ടി വരും. പിന്നീട് തോന്നിയിട്ടുണ്ടാകാം, കുറ്റബോധം തോന്നിയിട്ടുണ്ടാകാം. എന്തായാലും അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. പ്രേംകുമാർ എന്നുള്ള നമ്മൾ കേരളം കണ്ട വലിയ സൈക്കോ ക്രിമിനലുകളിലൊരാളായ പ്രേംകുമാറിൻ്റെ ജീവിതം ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് അറിയാമല്ലോ, കേദാർനാഥിലാണ് അയാൾ ജീവിതം അവസാനിപ്പിച്ചത്. ശരി.